ചെറിയ ബഡ്ജറ്റിലെ ഓട്ടോമാറ്റിക് കാറുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചവർക്കായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഇത് 2011 മോഡൽ ഐട്ടറാണ്. അതും സ്പോർട്സ് ടോപ്പ് എൻഡ് വണ്ടിയാണോ. വണ്ടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. 65,000 കിലോമീറ്ററിൽ കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകട്ടോ. ഫ്രണ്ട് വശം നോക്കുമ്പോഴായാലും ടൈപ്പ് 2 ഐട്ടറാണ് വന്നിട്ടുള്ളത്. അല്ല ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ശേഷമുള്ള ഷേപ്പാണ്. അതുപോലെ ഗ്രില്ലിൽ തന്നെ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആയാലും നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലേക്ക് പോകുമ്പോഴായാലും കാണാവുന്നതാണ്. കോസ്റ്റ്ലി അലോയ്സ് ഒക്കെ എക്സ്ട്രാ ആഡ് ഓൺ കൊടുത്തത് കേട്ടോ. അതും നല്ല നീറ്റ് ലുക്കുള്ള അലോയ്സ് ആണ്. ലീഗൽ അലോയ്സ് ആണ് കേട്ടോ. ടയറൊക്കെ ആയാലും ഒരു 80 to 90% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നാലും. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയറിലേക്ക് പോകുമ്പോഴായാലും കാണാവുന്നതാണ് സ്റ്റോക്ക് സീറ്റ് കവറും സ്റ്റോക്ക് ഇന്റീരിയറും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. കമ്പനി സ്റ്റീരിയോയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ചിൽഡ് AC, അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനും വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോവാം. പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സെൻട്രലൊക്കെ ഓൾറെഡി ഉള്ള വാഹനമാണ്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ നല്ല വൃത്തി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സീറ്റിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഒക്കെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാം ഈ വണ്ടി എത്രത്തോളം നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ സ്പോയിലർ, കമ്പനി സ്പോയിലറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിലൊരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ബാഡ്ജിങ് മോളിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുള്ള വാഹനമാണ് കേട്ടോ. സ്പോർട്സ് ഓട്ടോമാറ്റിക് എന്നുള്ള ബാഡ്ജിങ് ഒക്കെ ഇവിടെ കാണാം. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് നോക്കുമ്പോഴായാലും വളരെ നീറ്റ് ആയിട്ടുള്ളൊരു സൈഡാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയ ഡെൻറ്റോ സ്ക്രാച്ചോ പോലും കാണാനില്ല കേട്ടോ. അല്ലേ ഡോർ ബീഡിങ് ഒക്കെ ആയാലും ആ ബോഡി കളേർഡ് തന്നെയാണ്. അതിൻ്റെ ഒരു വൃത്തി എക്സ്ട്രാ എടുത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സിഗ്നലുകൾ നോക്കുമ്പോഴായാലും ഫെൻഡറിലല്ല വന്നിട്ടുള്ളത്, മിററിലാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ആ സ്പോർട്സിൻ്റെ ആ ഒരു ഫീച്ചേഴ്സിൽ പെടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂം കാണിച്ചു തരാം. ഹെവി ബോണറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ എഞ്ചിൻ റൂം വരുന്ന. ഒരു ചെറിയ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ടില്ല. പേസ്റ്റിങ്ങളൊക്കെ ആയാലും പ്യുവർ ക്വാളിറ്റിയിലാണ്ടുള്ളത്. ഒരു ചെറിയ ആക്സിഡന്റ് പോലും സംഭവിക്കാത്ത വാഹനമാണ്. ഫ്രണ്ട് ഒക്കെ നോക്കുമ്പോഴായാലും പക്ക നീറ്റ് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം കൊടുക്കാനുള്ള വാഹനമാണ്. ഇതിൻ്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.